കാടാണിത്, കണ്ടൽ കാട്. കണ്ടൽ കാടല്ല, കാട്. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ ഒരുപാട് കാലങ്ങൾക്ക് ശേഷമുള്ളൊരു ഓൺ വോയിസ് വീഡിയോ ആണല്ലേ. ചില സാങ്കേതിക തകരാറുകൾ കാരണം എനിക്ക് ഓൺ വോയിസ് വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റാറില്ലായിരുന്നു കേട്ടോ. ഞങ്ങളെല്ലാവരും ഇന്ന് രാവിലെ തന്നെ നേരത്തെ കുളിച്ച് മാറ്റിയിട്ട് നമ്മൾ കോഴിക്കോടുള്ള തൊറയിൽക്കോട്ട് ക്ഷേത്രത്തിലേക്കാട്ടോ പോകുന്നത്. നമ്മുടെ കോഴിക്കോട്ടുകാർക്ക് നല്ല ഫെമിലിയർ ആയിട്ടുള്ള അമ്പലമായിരിക്കും ഇത്. കുറേ കുരങ്ങന്മാരുള്ള അമ്പലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ മനസ്സിലാവും. ആക്ച്വലി ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് അമ്പലത്തിൽ പോകുന്ന ഒരുപാട് കാലങ്ങൾക്ക് ശേഷം കേട്ടോ. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. ഞങ്ങൾ പോയ സമയത്ത് അമ്പലത്തിൽ എന്തൊക്കെയോ പണികളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. പക്ഷെ തൊഴാൻ ബുദ്ധിമുട്ടൊന്നുമില്ലായിരുന്നു കേട്ടോ. എൻ്റെ അമ്പല വീഡിയോ ഡെയിലി കണ്ട് ഇപ്പോൾ ഇവിടെ എല്ലാവർക്കും അമ്പലത്തിൽ പോകാൻ ഭയങ്കര ഇഷ്ടം. അങ്ങനെ അവസാനം ഇതാ ഞങ്ങളൊരു കുരങ്ങനെ കണ്ടു കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇങ്ങോട്ട് വരുന്ന എക്സൈറ്റ്മെൻറ്റിൽ ഞങ്ങൾ കുരങ്ങന്മാർക്ക് കഴിക്കാനുള്ള സാധനങ്ങളൊക്കെ മേടിക്കാൻ മറന്നുപോയി. പക്ഷെ കുഴപ്പമില്ല, അവിടെ കുരങ്ങൂട്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു അർച്ചനയുണ്ട്, അത് ഞങ്ങൾ കഴിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ ഫുഡ് അവർക്ക് കൊടുത്തോളൂ കുരങ്ങന്മാർക്ക്. അല്ലി ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു, കാരണം അവളുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണത്. ഭയങ്കര പേടിയും ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ ഭയങ്കര എക്സൈറ്റഡും ആയിരുന്നു അല്ലി. ഞങ്ങൾ പോയ ടൈമിൽ അമ്പലത്തിൽ വലിയ തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് കുരങ്ങന്മാരെയും കണ്ട് കുറേ നേരം ഞങ്ങൾ അമ്പലത്തിൽ തന്നെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും വീഡിയോ എടുത്ത്, എൻ്റെ വീഡിയോ എടുത്ത് തരാൻ ആരില്ല. അപ്പോൾ ഞാനെന്ത് ചെയ്യും, ഞാൻ ഒറ്റയ്ക്ക് വീഡിയോ എടുക്കും. കാടാണിത്, കണ്ടൽ കാട്. കണ്ടൽ കാടല്ല, കാട്. കാട്ടിൻ്റെ ഉള്ളിലുള്ള അമ്പലമായതുകൊണ്ടാണ് കണ്ടില്ലേ ചീവീടുകളുടെ സൗണ്ട് ഇങ്ങനെ കേൾക്കുന്നത്. അമ്പലത്തിൽ തൊഴുതൊക്കെ കഴിഞ്ഞിട്ട് പപ്പ പറഞ്ഞു, വരൂ എൻ്റെ പിന്നാലെ വരൂ, ഒരു സ്ഥലം കാണിച്ചു തരാമെന്നാണ്. ഞങ്ങളെല്ലാവരും പിന്നാലെ പോയി. പിന്നീടാണ് ഞങ്ങൾ ആ സത്യം മനസ്സിലാക്കിയത്. ഒരു കൊടും കാട്ടിലേക്കായിരുന്നു ഞങ്ങളെല്ലാവരും പൊയ്ക്കൊണ്ടിരുന്നത്. ഈ വീണ് കിടക്കുന്നതൊക്കെ സപ്പോട്ടയാണെന്നാണ് ആദ്യം ഞങ്ങൾ വിചാരിച്ചിരുന്നത്. പിന്നീടാണ് സപ്പോട്ടയല്ല, വേറെ എന്തോ ഒരു കായാണ് കിടക്കുന്നതെന്ന് കണ്ടത്. കണ്ടില്ലേ കാടിൻ്റെ മനോഹാരിത. ഇത് ഇടയ്ക്കിടയ്ക്ക് എൻ്റെ വീഡിയോ ആരും എടുത്തു തരാത്തത് കൊണ്ട് ഞാൻ എന്നൊരാളിവിടെ ഉണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടി ഞാൻ തന്നെ എടുത്ത കുറച്ച് വീഡിയോസാണ്. ഇനി നമുക്ക് കുറച്ച് കോമഡി വീഡിയോസ് കാണാം. ഗൈസ്, ഇഞ്ചോടിഞ്ച് പോരാട്ടവുമായി മമ്മി. തൂങ്ങോമല് ഞാൻ പിന്നെ ചെയ്യാൻ ഭയങ്കര സപ്പോർട്ടീവ് ഒക്കെ തന്നെയാണ്. പക്ഷേ എൻ്റെ വീഡിയോ എടുത്ത് തരണമെങ്കിൽ, എനിക്ക് എൻ്റേതായിട്ടുള്ളൊരു വീഡിയോ എടുക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ അവരോട് അങ്ങോട്ട് പറയണം, ഒരു വീഡിയോ എടുത്ത് തരൂ, എന്നാലേ അവരത് എടുത്ത് തരുള്ളൂ. അല്ലെങ്കിൽ ഞാൻ എല്ലാവരുടെ വീഡിയോസും ഇതുപോലെ അങ്ങ് എടുക്കും. അങ്ങനെ കാടൊക്കെ എക്സ്പ്ലോർ ചെയ്ത് ഞങ്ങൾ വീട്ടിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ്. പൊതുവേ എല്ലാവരും അമ്പലത്തിൽ പോകുമ്പോൾ ആദ്യം അർച്ചനയൊക്കെ കഴിപ്പിച്ചിട്ടാണ് അമ്പലത്തിൽ പോയി തൊഴുക. പക്ഷേ ഞങ്ങൾ നേരെ തിരിച്ചാണ് ചെയ്തത്. ഞങ്ങൾ പോയി തൊഴുത് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അർച്ചനയൊക്കെ കഴിപ്പിച്ചു. യെസ്, അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നത് വരയ്ക്കും. ബൈ ഗായ്സ്.